ഒന്നാമതായിട്ട് നിന്റെ ഹൃദയത്തിന്റെ രോഗം എന്താണോ അത് നീ മാറ്റിയെടുക്കലാണെന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ രോഗം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ശരീരത്തിന് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാം. എന്നാലോ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന് ഏതെങ്കിലും തരത്തിലുള്ള രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അത് ചികിത്സിച്ച് ഭേദമാക്കാതെ മുന്നോട്ട് കഴിഞ്ഞാൽ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ പരലോകം നഷ്ടപ്പെടുകയാണ്. ശരീരത്തിന് രോഗം വരുമ്പോൾ ചികിത്സിക്കാൻ ഓട്ടമോടുന്ന നാം ഓരോരുത്തരും ശരീരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ബാധിച്ചാൽ നമുക്ക് എത്ര പൈസ വേണമെങ്കിലും ചെലവാക്കും. ഹൃദയത്തിന് രോഗം ബാധിച്ചാൽ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ തലവേദന വന്നു കഴിഞ്ഞാൽ എത്ര വലിയ രോഗമായിരുന്നാലും അതിനെ ഭേദമാക്കാൻ വേണ്ടി എത്ര പൈസ വേണമെങ്കിലും ചെലവാക്കാൻ നാം തയ്യാറാണ്. എന്നാലോ എന്റെയും നിങ്ങളുടെയും ഹൃദയമുണ്ടല്ലോ, നമ്മുടെ വാരിയിൽ കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ അന്തരങ്ങള് ആ ഹൃദയമൊന്ന് നന്നാക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അതിനെ ചികിത്സിക്കാൻ ആ രോഗം ഭേദമാക്കാൻ നാം ശ്രമിക്കാറില്ല. നമുക്കങ്ങനെ ശ്രമമില്ലാതെ വന്നു കഴിഞ്ഞാൽ സ്വർഗം കിട്ടൂല, സ്വർഗം നമുക്ക് കിട്ടൂല. ആ രോഗത്തെ നാം ചികിത്സിച്ച് ഭേദമാക്കണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത് നിന്റെ ഹൃദയത്തിന്റെ രോഗമുള്ള മരുന്ന് 5 കാര്യങ്ങളാണെന്ന് പഠിപ്പിക്കുന്നു. ഒന്നാമതായിട്ട് അവിടെ എഴുതുകയാ ഒന്നാമതായിട്ട് നിന്റെ ഹൃദയത്തിന്റെ രോഗത്തിന് ശിഫ കിട്ടുവാൻ നിന്റെ ഹൃദയത്തിന്റെ രോഗത്തിന്റെ മരുന്ന് ഒന്നാമതായിട്ട് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത് അത് ഖുർആൻ മനസ്സിലാക്കി പാരായണം ചെയ്യലാണെന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കുമ്പോൾ ഒന്നാമത്തെ മരുന്നേതാ സുഹൃത്തോ, ഒന്നാമത്തെ മരുന്നേതാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് പരിശുദ്ധമായ ഖുർആൻ